നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ ഇവളെ എനിക്ക് കരയിപ്പിക്കണം. അതിനുവേണ്ടി ഞാനതിന് പാല് കൊടുക്കും. മോളെ, അയ്യോ എന്റെ കുഞ്ഞ്. മോളെ, 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 എവിടെ? അയ്യോ എന്റെ കുഞ്ഞ് അവിടെ മുഴുവനും കുഞ്ഞ് ഛർദ്ദിച്ചു വെച്ചിരിക്കുക. ഇതിനെ ആര് നോക്കാനല്ലേ? മിണ്ടാതിരിക്കടി അവിടെ. അവളൊരു കുറ്റപ്പെടുത്തലുകാരി വന്നിരിക്കുന്നു. കാർത്തി, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഒരു പീഡിയാട്രിസ്റ്റിനെ കാണിക്കണം. അതെ മീനാക്ഷി, കുഞ്ഞിനെ കൊണ്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അത് വേണ്ട വല്യമ്മാവ, നിങ്ങൾ ഏതെങ്കിലും കൂടി ഊണ് കഴിച്ചോ. ഞാനും മീനാക്ഷിയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വാ മീനാക്ഷി, വേഗം പോ. ഞാനും വരുന്നു. നീ എന്തിനു പോകുന്നു? കുഞ്ഞിനെ വളർത്തുന്ന മീനാക്ഷിയല്ലേ? കുഞ്ഞിനെ പ്രസവിച്ചത് ഞാനാ. പ്രസവിച്ചതുകൊണ്ട് അമ്മ എന്ന പേര് നിനക്കുണ്ട്, അതിനപ്പുറം നിനക്കൊന്നുമില്ല. കുഞ്ഞെന്റേതാ. കോടതി ഡിവോഴ്സ് തീർപ്പാക്കുന്നത് വരെ കുഞ്ഞിന്റെ മേൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ സമയത്തൊരു വഴക്കുണ്ടാക്കണ്ട മുത്തശ്ശി. ഹോസ്പിറ്റലിലേക്കല്ലേ, അവളും വരട്ടെ. അവള് കാറിന്റെ പിൻ സീറ്റിൽ ഇരുന്നോളൂ. വാ മീനാക്ഷി. അതെ, എന്റെ ഈശ്വര, ഈശ്വര, ദൈവമേ, ഡോക്ടർ, ടെൻഷനാകാതെ ആ ലാബ് റിപ്പോർട്ട് കൂടി ഒന്നിങ്ങ് വന്നോട്ടെ. ഡോക്ടർ, അപ്പോ അതാണ് പ്രശ്നം. കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ്. കുട്ടിക്ക് മുലപ്പാലല്ലാതെ മറ്റെന്തെങ്കിലും കൂടി കൊടുക്കുന്നുണ്ടോ? കുട്ടിക്ക് ജനിച്ചപ്പോ മുതല് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നില്ല ഡോക്ടർ. പിന്നെ മിൽക്ക് പൗഡറാ കൊടുക്കുന്നത്, ടിൻ മിൽക്ക്. അതെന്താ, കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പില്ലേ? അയ്യോ, കുഞ്ഞിന്റെ അമ്മ ഞാനാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സർ. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഡോക്ടർ. അപ്പോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? അതെ. പക്ഷേ ഇപ്പൊ ടിൻ പാൽ കുഞ്ഞിന് അലർജി ആയിരിക്കുകയാണ്. അത് കൊടുത്താ
കുഞ്ഞ് ഇനിയും വൊമിറ്റ് ചെയ്യും. അയ്യോ, മുലപ്പാലല്ലേ ഏതൊരു കുഞ്ഞിന്റെയും ആയുസിന്റെ അടിസ്ഥാനം. അത് ലഭ്യമാക്കാൻ സാഹചര്യം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുന്നത് ബുദ്ധിപരമല്ല. കാര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമാവുകയാണ്. അങ്ങനെ തന്നെ വരട്ടെ. കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണമെങ്കിൽ മുലപ്പാൽ കുടിച്ച് തന്നെ വളരണം. മറ്റേതെങ്കിലും സ്ത്രീയുടെ മുലപ്പാൽ കൊടുത്താലോ? കുട്ടി പറഞ്ഞതിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് വിചാരിക്കുന്നത് പോലെ പ്രാക്ടിക്കലാണോ? കുട്ടി വിശന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുലപ്പാല് കിട്ടുന്നത് അത്ര എളുപ്പമല്ലല്ലോ. മാത്രമല്ല, അത് കിട്ടിയാലും തരുന്നവരുടെ ആരോഗ്യനിലയൊക്കെ നമ്മൾ പരിശോധിക്കണ്ടേ? അവർക്ക് വല്ല രോഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിലോ? നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യനില ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ? മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കിട്ടി വരുമ്പോഴേക്കും ഈ കുട്ടിയുടെ ആരോഗ്യനില വഷളാവും. ഡോക്ടർ, എത്ര തെറ്റുകാരിയാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയാ. കുഞ്ഞിന്റെ അസുഖം മാറേണ്ടതാണ് ആവശ്യം. കുഞ്ഞിന്റെ ജീവനല്ലേ ഡോക്ടർ വില? നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഒരു ഡോക്ടറുടെ എത്തിക്സ് വെച്ച് ഞാനൊരു അഭിപ്രായം പറയാം. കുഞ്ഞിന്റെ ജീവനാണ് ഇവിടെ വില. അതിനുവേണ്ടി കുടുംബ പ്രശ്നങ്ങളിൽ നിങ്ങൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോ ഇതല്ലാതെ മറ്റു ട്രീറ്റ്മെന്റുകളും ഇല്ല. കുട്ടിക്ക് പാല് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കുന്നത്? ഞാനിതിന്റെ അമ്മയല്ലേ. പിന്നെ പാല് ഇതുവരെ കൊടുക്കാതിരുന്നതുകൊണ്ട് അളവ് കുറവായിരിക്കും. അതിന് ചെറിയൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ ഡിസിഷൻ സർ? ആ കുട്ടി പാല് കൊടുക്കട്ടല്ലേ? കുഞ്ഞിനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇവളെ എനിക്ക് കരയിപ്പിക്കണം. അതിനുവേണ്ടി ഞാനതിന് പാല് കൊടുക്കും. കണ്ടില്ലേ, ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, ഇതാണ് അതിന്റെ മെഡിസിൻ. ഇതാണ് മുലപ്പാൽ മൃതസഞ്ജീവനിയാണെന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.